നമ്മുടെ ഈ മൈക്രോ പല്ലറ്റ് ടാങ്കിൽ നിന്ന് അവനെ പിടിച്ച് വേറൊരു ടാങ്കിലേക്ക് മാറ്റുക. തീറ്റ കൊടുത്താലും നമ്മുടെ അടുത്ത് വരാത്തതുകൊണ്ട് ഇതിൽ നല്ല നാച്ചുറൽ സെറ്റപ്പ് അവന് വേണ്ടതുകൊണ്ടുണ്ട് നമ്മൾ മാറ്റുന്നത്. പിന്നീട് വേറൊരു കാര്യം കൂടി ഉണ്ട്, അതെന്താന്ന് ഞാൻ വഴിയേ പറയാം. അങ്ങനെ ടാങ്കിൽ നിന്ന് അവനെ പിടിച്ച് നമ്മൾ ഇതുപോലൊരു ബക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ അവനെ ആദ്യം നമ്മുടെ മീശമാധവന്റെ കൂടെ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ നോട്ടം ഭാവം കണ്ടിട്ട് എനിക്കതിന് തോന്നിയില്ല. എന്തായാലും ഈ ഒരു ടാങ്ക് അവനെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആളെ ഇവിടത്തേക്ക് ഇറക്കാനായിട്ട് പോകണം. വെയിലൊക്കെ അടിക്കുമ്പോൾ ആളുടെ ഭംഗി കണ്ടില്ലേ. ഇവനെ എന്തായാലും ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ റിലീസ് ചെയ്യാം. അടി കുറച്ച് മണലൊക്കെ ഇട്ടുകൊണ്ട് കുറച്ചുകൂടെ നാച്ചുറൽ സെറ്റപ്പ് ആയില്ലേ. എന്തായാലും ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവനെ അഴിച്ചു വിടാനായിട്ട് പോകട്ടെ. വെള്ളത്തിലോട്ട് ഇറക്കി വിടാൻ പോയിട്ട് ആശാൻ പോകാത്തത് കണ്ടില്ലേ. ആദ്യമായിട്ടായിരിക്കും അവന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണേ. അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ അവനെ പുതിയ വീട്ടിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ഇതാവട്ടെ അവന്റെ വാസസ്ഥലം. ഇനി ഞാൻ ആദ്യം പറയാന്ന് പറഞ്ഞ കാര്യം പറയാം. ഈ കാണുന്ന നമ്മുടെ പ്ലാറ്റിനം കോയുടെ അമ്പോയി ഇവന്മാർ അസാധ്യ രീതിയിലാണ് നമുക്ക് കുഞ്ഞുങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ ടാങ്കിൽ മൊത്തം കുഞ്ഞുങ്ങൾ നിറഞ്ഞിരിക്കുക. ചിലവന്മാർക്ക് തലേ തൊപ്പിയൊക്കെ വന്നും തുടങ്ങി. ഇനി കുറച്ച് നാളും കൂടി ഇവന്മാരെ ഇതിനകത്ത് ഇട്ടാ ചത്തുപോകാനേ ചാൻസ് ഉള്ളൂ. കാരണം തിങ്ങിത്തികഞ്ഞാണ് ഇവന്മാരെ കുഞ്ഞുങ്ങളെല്ലാം നിൽക്കണം. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വരാലൂട്ടൻ നിറഞ്ഞ ടാങ്കിലേക്ക് ഇവന്മാരെ മാറ്റാനായിട്ട് നമ്മൾ തീരുമാനം. ഇവിടെ ആകുമ്പോൾ അവന്മാർക്ക് നല്ല രീതിയിൽ നീന്തി കളിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വളരാനും സാധിക്കും എന്ന് പ്രതീക്ഷിക്കും. എന്തായാലും ഇവന്മാരുടെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് ഇടും കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം.